മുജ്തബ ഖൊമൈനിയുടെ പ്രസ്താവനയുടെ പൊരുൾ തിരിച്ചു മനസ്സിലാക്കുക എന്നതാണ് ഈ ഒരു ലഘു സംഭാഷണത്തിൻ്റെ ഉദ്ദേശം. അദ്ദേഹം പറയുന്നു, ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. ഈ ക്ഷമ എന്ന് പറയുമ്പോൾ നാവിക ഉപരോധം എത്ര കാലം ഇറാനെ ക്ഷമിക്കാൻ പറ്റും? അത് യുദ്ധ സമാനമായ സാഹചര്യമാണ്. യുദ്ധം നേരിട്ട് ആക്രമണമല്ല എങ്കിലും ഇറാൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് അത് യുദ്ധമായി കരുതിക്കൊണ്ട് തന്നെ തങ്ങൾ ഏറ്റവും പുതിയതായി ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആയുധങ്ങൾ പ്രയോഗിക്കും, യുദ്ധതന്ത്രം മാറ്റിപ്പിടിക്കും. ആയുധങ്ങളുടെ കാര്യത്തിൽ എനിക്ക് പ്രേക്ഷകർക്ക് ഉള്ളതുപോലെ തന്നെ എനിക്കും വലിയ നിശ്ചയമില്ല എന്താണ് ഇതുവരെ ഇറാൻ ഉപയോഗിച്ചിട്ടില്ലാത്തതും ഇപ്പോൾ കരുതി വെച്ചതുമായ ആയുധം എന്ന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ കടലിനടിയിലൂടെയുള്ള ആക്രമണം എന്തെങ്കിലും ആകാൻ സാധ്യതയുണ്ട്. കാരണം ചെറിയ സബ്മറൈൻസ് ഇറാനുണ്ട് ഇപ്പോഴും. അത് പൂർണ്ണമായി നശിപ്പിച്ചതായി വിവരങ്ങളില്ല. ഇറാൻ്റെ ജല ഉപരിതലത്തിലുള്ള ഏതാനും കപ്പലുകൾ നശിപ്പിച്ചതായി മാത്രമാണ് വിവരം. അതുകൊണ്ട് ഉപരോധം യുദ്ധമായി കാണുകയാണെങ്കിൽ പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് മുജ്തബ ഖൊമൈനി പറയുന്നത്. കാരണം ഒരുപക്ഷെ അമേരിക്കൻ ആക്രമണത്തിന് കാത്തു നിൽക്കാതെ തന്നെ ഇറാൻ ഏകപക്ഷീയമായി ഒരു ആക്രമണം അമേരിക്കൻ സേനകൾക്ക് നേരെ, കപ്പലുകൾക്ക് നേരെയാകാം, കരയിലെ താവളങ്ങൾക്ക് നേരെയാകാം ആക്രമണം നടത്തും. പക്ഷേ ഇവിടെ രീതിശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ അമേരിക്കൻ താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന GCC രാജ്യങ്ങളുടെ ചില തന്ത്രപ്രധാനമായ മേഖലകൾ മുൻപ് ആക്രമിക്കും എന്ന് പറഞ്ഞ് ആക്രമിക്കാതെ വിട്ട ഡീസാലിനേഷൻ പ്ലാന്റുകൾ ആകുമോ? ജലം ശുദ്ധീകരിച്ച്, കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമായി ഉപയോഗിക്കാനുള്ള പ്ലാന്റുകളാണ്. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. എണ്ണ സംഭരണ കേന്ദ്രങ്ങളാണോ? അതും വലിയ കാര്യങ്ങൾ. കാരണം ഗൾഫ് രാജ്യങ്ങളുടെ മിക്ക രാജ്യങ്ങളുടെയും എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ പൂർണ്ണ തോതിൽ ആണ് ഇപ്പോൾ ഫിൽഡാണ്. അതായത് ഇതിനൊക്കെ കപ്പാസിറ്റി ഉണ്ട്. ടാങ്കുകൾക്കൊക്കെ ഒരു കപ്പാസിറ്റി ഉണ്ട്. വലിയ ഹ്യൂജ് അണ്ടർഗ്രൗണ്ട് ആൻഡ് ഓവർഹെഡ് ടാങ്ക്സുകളുണ്ട്. ഇതിനകത്തെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ ലിമിറ്റ്സ് ഉണ്ട്. കപ്പലുകളിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസിന് ലിമിറ്റ്സ് ഉണ്ട്. ഉത്പാദനം നിർത്താൻ പാടില്ല. നിർത്തിയാൽ എണ്ണക്കിണറുകൾ അടഞ്ഞു പോകും. അതാണ് ശാസ്ത്രം. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉപരോധം കാരണം എണ്ണ സംഭരണശാലകളെല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് $69 ബില്യൺ എണ്ണ കുഴിച്ചെടുത്ത എണ്ണ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ കുഴിച്ചെടുത്തത് സംഭരിച്ചിട്ടുണ്ട്. ഇനി 1 ഇഞ്ച് സ്ഥലമില്ല ബാക്കി സംഭരിക്കാൻ. അപ്പോൾ എന്തെങ്കിലും ചെയ്തെങ്കിലേ വരും. 2 ഓപ്ഷൻസാണ് ഇറാന് മുന്നിലുള്ളത്. ഒന്ന്, ഈ എണ്ണ ഡ്രില്ല് ചെയ്തെടുക്കുന്നത് കടലിലേക്ക് ഒഴുക്കി വിടുക. തീരക്കടലിലേക്ക് ഒഴുക്കി വിട്ടാൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് ഇറാൻ്റെ തീരദേശ മേഖലയിൽ തന്നെയായിരിക്കും. പേർഷ്യൻ ഗൾഫ് പൂർണ്ണമായി മലിനമാകാൻ അത് മതിയാകും. അത് ഇറാൻ ചെയ്യുമെന്ന് കരുതാൻ ആവില്ല. അതൊരു ആയുധമായി പ്രയോഗിക്കും എന്നും കരുതാൻ ആവില്ല. അപ്പോൾ പിന്നെ എന്താണ്? ഇത് കത്തിച്ചു കളയാൻ സാധിക്കും. കാരണം എണ്ണയേക്കാൾ കൂടുതൽ പ്രകൃതി വാതകം വേണമെങ്കിൽ ബേൺ ചെയ്ത് കളയാൻ കഴിയും. കാരണം ഇത് ഒന്നുകിൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് സ്റ്റോർ ചെയ്യുക, അല്ല എങ്കിൽ പമ്പ് ചെയ്ത് മാറ്റുക, അതല്ല എങ്കിൽ കത്തിച്ചു കളയുക. ഇതില്ല എങ്കിൽ എണ്ണ കിണറുകൾ അടഞ്ഞു പോകുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധന്മാർ പറയുന്നത്. അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് ഉത്പാദനം പെട്ടെന്ന് അങ്ങോട്ട് നിർത്തിവെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എണ്ണ അവിടെ കിടക്കുകയല്ലേ, മണ്ണിനടിയിൽ കിടക്കുകയല്ലേ, അത് അവിടെ കിടന്നോളും, പിന്നെ എപ്പോഴെങ്കിലും സൗകര്യപൂർവ്വം പമ്പ് ചെയ്തെടുക്കാം എന്ന ആ ഒരു ലളിതയുക്തി ഇവിടെ പ്രാവർത്തികമാകില്ല എന്നർത്ഥം. അവിടെയാണ് ഒരു ആക്രമണത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിർബന്ധം 2-3 കാര്യങ്ങളാണ്, ഓപ്ഷൻസാണ് ഉള്ളത് മുമ്പിൽ. ഒന്ന്, അമേരിക്കയുടെ ശക്തമായ ഉപരോധം മറികടന്നുകൊണ്ട് തന്നെ എണ്ണ കപ്പലുകൾ, ടാങ്കറുകളിൽ നിറച്ച എണ്ണ, അതായത് ക്രൂഡ് ഓയിൽ നിർബന്ധപൂർവ്വം പുറത്തോട്ട് അയക്കുകയാണ്. അപ്പോൾ ടാങ്കറുകൾ തടയുക എന്നത് അത് ആംഡാണ് എങ്കിൽ തടയാം. പക്ഷേ ആക്രമണത്തിലൂടെ ഏതെങ്കിലും ടാങ്കർ മുങ്ങുക എന്ന് കരുതുക. ലോകത്തുള്ള സകല പാരിസ്ഥിതിക വിദഗ്ധന്മാരും പരിസ്ഥിതി സംരക്ഷകരും രംഗത്ത് വരില്ലേ? അത് വൻപൻ ഒരു പ്രതിഷേധത്തിനിടയാകില്ലേ? ആ മേഖല മുഴുവൻ മലീമസമാവുകയല്ലേ? കടൽ ജലം വലിയ രീതിയിൽ എണ്ണ ടാങ്കറുകളൊക്കെ മുങ്ങുക എന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് ഓരോ ടാങ്കറിലും ഉള്ളത്. അതൊരു ആയുധം. അപ്പോൾ ജല ആയുധം അവിടെ ഉപയോഗിക്കപ്പെടാം. ഏത് രീതിയിലാണ് എന്ന് ഇറാൻ തെളിച്ചു പറയുന്നില്ല. അതുകൊണ്ടാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അത് മുജ്തബ ഖൊമൈനി സാധാരണ കാര്യമായ പ്രസ്താവനകൾ നടത്തുന്നില്ല. അദ്ദേഹം ഒളിവിലാണ്. അദ്ദേഹം ഒരുപക്ഷെ നിഗൂഢമായ ഏതോ സ്ഥലത്ത് സുരക്ഷിതമായി ഇരിക്കുന്നു. അദ്ദേഹം ഫേംലി എൻട്രൻച്ച്ഡ് ആണ്. കമാൻഡ് നയിക്കുന്നത് അദ്ദേഹം തന്നെയാണ് എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. പക്ഷേ അതിനെക്കുറിച്ചും അമേരിക്കയ്ക്ക് ആശയക്കുഴപ്പമുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഭരിക്കുന്നത്? IRGCയുടെ ഒരു കോക്കസ്
അല്ലെങ്കിൽ ഇന്നർ സർക്കിൾ, ഒരു എലീറ്റ് വിഭാഗം, ഉന്നത വിഭാഗം, അവരാണ് ഈ ആക്ച്വലി ഭരിക്കുന്നത്. മസൂദ് പെസഷ്കിയാൻ എന്ന പ്രസിഡൻറ്റും അബ്ബാസ് അരാക്ചി എന്ന വിദേശകാര്യ മന്ത്രിയും അല്ലെങ്കിൽ സ്പീക്കർ ഗലിബാഹും എല്ലാം തന്നെ ഈ അവരുടെ നിർദ്ദേശങ്ങൾ ജസ്റ്റ് അനുസരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ആരോടാണ് സംസാരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, മുജ്തബ ഖൊമൈനിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രസ്താവനകൾ യുദ്ധവിരാമത്തിന് യാതൊരു സൂചനയും നൽകുന്ന ഒന്നല്ല. അമേരിക്കയുടെ ഒരു ചിന്ത നാവിക ഉപരോധത്തിലൂടെ ഇറാനെ പൂർണ്ണമായും വരുതിക്ക് കൊണ്ടുവരാം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എണ്ണ സംഭരിച്ചു വെക്കാൻ കഴിയാതെ വരുമ്പോൾ എങ്ങനെയെങ്കിലും കാല് പിടിച്ച് ഇറാൻ സെറ്റപ്പാക്കാൻ, സമവായത്തിലെത്തിക്കാൻ അല്ലെങ്കിൽ സന്ധിയിലെത്തിക്കാൻ ശ്രമിക്കും. ഇറാൻ പറയുന്നു, തങ്ങൾക്ക് ഇനി ഒരു മാസം കൂടി ഇതേപോലെയുള്ള ഉപരോധം നീണ്ടു പോയാലും തങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം ഇറാൻ അങ്ങനെ ചിന്തിക്കുന്നതിന് 3-4 കാരണങ്ങളുണ്ട്. ഇറാൻ ഈസ് നൗ ഓപ്പണിംഗ് അപ്പ് ഓൾട്ടർനേറ്റ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ അത് ഹോർമൂസ് വഴി കടന്നു പോകുന്നത് പോലെ വൻപൻ എണ്ണ കൊണ്ടുപോകലൊന്നും നടക്കില്ല. പക്ഷേ ഇറാനിൽ നിന്നും, ഇറാൻ്റെ തെക്കൻ ഭാഗത്ത് നിന്നും സിസ്റ്റേൺ ബലൂചിസ്ഥാൻ, അതാണ് ആ ഭാഗം, ആ സിസ്റ്റേൺ ബലൂചിസ്ഥാൻ ഇറാൻ്റെ തെക്ക് കിഴക്കൻ പ്രദേശം, അവിടെ നിന്നും പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാൻ മേഖലയിലേക്ക് ചരക്കുകൾ കൊണ്ടുപോകാനൊക്കും, എണ്ണ എത്തിക്കാനൊക്കും. എന്നിട്ട് അവിടെ നിന്നും കറാച്ചി തുറമുഖത്തേക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ മറ്റേതെങ്കിലും ദക്ഷിണ തുറമുഖങ്ങളിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ പറ്റും. അങ്ങനെ പാകിസ്ഥാൻ സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ, ഇപ്പോൾ തന്നെ അങ്ങനെ ചില നീക്കങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ സഹകരിക്കാൻ തയ്യാറാകുമോ, അതോ അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്നുകൊണ്ട് പാകിസ്ഥാൻ ഇറാനുമായി ആ രീതിയിലുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ ബാക്കപ്പ് വേണ്ട എന്ന് തീരുമാനിക്കുമോ, അറിയില്ല. അസിം മുനീറാണ് യഥാർത്ഥ ഭരണാധികാരി എന്നുകൂടി ഓർക്കണം. സൈന്യമാണല്ലോ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത്. അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തുർക്കിയിലേക്ക് ലാൻഡ് റൂട്ട് ഈസ് ഓപ്പൺ. അത് കുർദുകൾ വസിക്കുന്ന പ്രദേശത്തു കൂടി ഇറാൻ്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തു നിന്നും തുർക്കിയുടെ കിഴക്കൻ പ്രദേശത്തേക്ക് കവാടങ്ങളുണ്ട്, ലാൻഡ് ബ്രിഡ്ജസ് ഉണ്ട്, പാത്തുകളുണ്ട്. അതിലെ തുർക്കിയിലേക്ക്, അതുകൊണ്ട് എർദോഗാനും ഇറാനും തമ്മിലുള്ള ബന്ധം, എർദോഗാൻ പാശ്ചാത്യ ചേരിയിൽ നിൽക്കുന്ന രാജ്യമാണ്, എർദോഗാൻ്റെ തുർക്കി നേറ്റോ അംഗരാജ്യമാണ്. പക്ഷേ ടർക്കിക്ക് ചില വിഷയങ്ങൾ, ടർക്കിയുടേതായ തീരുമാനങ്ങളുണ്ട്. ഒരു ലാർജർ ഇസ്ലാമിക് ഹൗസ് അല്ലെങ്കിൽ ലാർജർ റീജിയണൽ സെക്യൂരിറ്റി, അതിനുവേണ്ടി ഇറാൻ എന്ന ജനതയെ പട്ടിണിയിലിടാൻ ഒരു പക്ഷേ തുർക്കിക്ക് താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ട് എർദോഗാൻ എന്ന് പറയുന്നു, അത് വളരെ പ്രധാനമാണ്. അങ്ങനെ ഒരു ബ്രീതിങ് സ്പേസ് തുർക്കിയിലേക്ക് ഉണ്ട്. മൂന്നാമത്തെ അതിനേക്കാൾ പ്രധാനമാണ്, പക്ഷേ അത് ഇതുവരെ അധികം ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത കാസ്പിയൻ സീ റൂട്ട്, അതായത് ഇറാൻ്റെ വടക്ക്, ഇറാൻ്റെ തെക്കുള്ള ഹോർമൂസ് കടലെടുക്കിനെക്കുറിച്ചും അതിന് ചുറ്റുമുള്ള പേർഷ്യൻ ഗൾഫ് മേഖലയെക്കുറിച്ചും ഒമാൻ ഉൾക്കടലിനെക്കുറിച്ചും ഏറെ നമ്മൾ സംസാരിക്കുന്നതാണ്. പക്ഷേ ഏറെ സംസാരിക്കാത്തൊരു വിഷയമാണ് കാസ്പിയൻ കടൽ. ആൽബോർ മൗണ്ടൻസ് ആണ് കാസ്പിയൻ കടലിന് അഭിമുഖമായി ഇറാൻ്റെ വടക്ക് ഭാഗത്തുള്ളത്. അത് കടന്നു കഴിഞ്ഞാൽ കാസ്പിയൻ കടൽ തീരമാണ്. അവിടെ നല്ല സസ്യശ്യാമള കോമളമായ പ്രദേശമാണ്, ചെറിയ താഴ്വരകളും നല്ല ഒന്നാം തരം ക്ലൈമറ്റാണ് അവിടെ എന്നാണ് പറയുന്നത്. കാരണം കാര്യമായ ചൂടില്ല. ഇറാൻ്റെ പീഠഭൂമി മരുഭൂമികളേക്കാൾ കുറച്ചുകൂടി വാസയോഗ്യമായ പ്രദേശമാണ്, സുന്ദരമായ പ്രദേശമാണ് ഇറാൻ്റെ വടക്കൻ പ്രദേശം. അവിടെ കടന്നു കഴിഞ്ഞാൽ തുറമുഖങ്ങളാണ്. അത് കാസ്പിയൻ സീ തുറമുഖം, അത് സീ എന്ന് പറയുമ്പോഴും അത് ആ രീതിയിലൊരു കടലല്ല എന്ന് ഓർക്കണം. അതൊരു വലിയ ജലാശയമാണ്, വലിയ തടാകമാണ്. അതായത് കടലിനോളം വലിപ്പമുള്ള വൻപൻ തടാകമാണ് കാസ്പിയൻ സീ. അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ റഷ്യയുടെ തെക്കൻ ഭാഗങ്ങൾ, മധ്യ ഏഷ്യയിലെ രാജ്യങ്ങൾ ഒക്കെയാണ്. ഈ രാജ്യങ്ങളുമായി ഇറാന് ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധമുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്നും ചരക്കുകൾ കൊണ്ടുവരികയും ചരക്കുകൾ എത്തിക്കുകയും ചെയ്യാൻ സാധിക്കും. പക്ഷേ ഓപ്പൺ കടലല്ല കാസ്പിയൻ കടൽ, ലാൻഡ് ലോക്ക്ഡ് ആണ്, ചുറ്റുപാടും ഭൂമിയാണ്, കരയാണ്, ഔട്ട്ലെറ്റ് ഇല്ല കടലിലേക്ക് എന്നോർക്കണം. അതുകൊണ്ട് ആ വഴിയും അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ അവസാനം ഒരു മാർഗമുണ്ട്, ഒരു പൂഴിക്കടകൻ എന്ന് പറയുന്നത് പോലെ. അതായത് ധൈര്യപൂർവ്വം ഇറാൻ്റെ കപ്പലുകൾ ഉപരോധം ലംഘിച്ചുകൊണ്ട് ചരക്ക് കപ്പലുകൾ, ഇറാൻ്റെ കപ്പലുകൾ മാത്രമല്ല, ഇറാനിലേക്ക് ചൈനയോ റഷ്യയോ അയക്കുന്ന കപ്പലുകൾ ഉൾപ്പെടെ നാവിക ഉപരോധം, ചരക്ക് കപ്പലാണ് ഉദ്ദേശിക്കുന്നത്, യുദ്ധക്കപ്പലല്ല, ചരക്ക് കപ്പലുകൾ അമേരിക്കൻ നാവിക ഉപരോധം തൃണവൽക്കണിച്ചുകൊണ്ട് ഇറാൻ്റെ തീരത്തേക്ക് കടന്നു വരുന്നു, അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് തീരത്തേക്ക് കടന്നു വരുന്നു. ഇറാൻ ആക്രമിക്കില്ല, പക്ഷേ അമേരിക്ക അവരെ ആക്രമിക്കുമോ? റഷ്യൻ കപ്പലുകളെ, ചൈനീസ് കപ്പലുകളെ, ഇന്ത്യൻ കപ്പലുകളെ ആക്രമിക്കുമോ? അതിന് ഒരു അന്താരാഷ്ട്ര ധാരണയിലെത്തേണ്ടതുണ്ട്. റഷ്യയുമായി സംസാരിക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാന് പിന്തുണ പറഞ്ഞിരിക്കുകയാണ്. ഇറാനെ അമേരിക്ക ഇനിയും ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തങ്ങൾ കയ്യും കെട്ടി ഇരിക്കില്ല, പ്രതികരണം ഉണ്ടാവും എന്നാണ്. കൃത്യമായ പ്രതികരണം എന്ത് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രതികരണം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റഷ്യ മേ ചിപ്പ് ഇൻ
ജസ്റ്റ് എ ഷോർട്ട് ഓഫ് വാർ, യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് താഴെ ഉപരോധം പൊളിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും രീതിയിൽ ഉപരോധം അവസാനിച്ചെങ്കിലേ പറ്റൂ. പക്ഷേ മറ്റൊരു കൂട്ടരുണ്ട്, ഇറാൻ ഏറെ ആഗ്രഹിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അത് യൂറോപ്യൻ രാജ്യങ്ങളാണ്, അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇപ്രാവശ്യം അമേരിക്കയോടൊപ്പം യുദ്ധത്തിൽ ചേരാതെ മാറി നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും ഇറ്റലിയും സ്പെയിനും പോർച്ചുഗലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. അവിടെ എണ്ണ ആവശ്യമുണ്ട്. ബ്രിട്ടൻ ഒഴികെ മറ്റും പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും റഷ്യൻ എണ്ണ കിട്ടാതായതുകൊണ്ട് ഇറാനിയൻ ക്രൂഡ് ഓയിൽ ഈസ് നെസസറി. വിന്ററാണ് ഇനി വരാൻ പോകുന്നത്. ഒരുപാട് ഊർജ്ജ ആവശ്യം വേണ്ടി വരും. അത് പേർഷ്യൻ ഗൾഫ് കടന്ന് സൗദി അറേബ്യ, ആ മുനമ്പ് അറേബ്യൻ പെനിൻസുല ചുറ്റി ബാബിൽ മന്ദേബ് കടന്ന് റെഡ് സീയിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്ന് സൂയസ് കനാൽ വഴി മധ്യധരണ്യാഴി, അതായത് മെഡിറ്ററേനിയനിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്നും യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചരക്കെത്തിക്കുന്ന പരമ്പരാഗതമായ സീ റൂട്ട്, അതാണിപ്പോൾ ഹോർമൂസിലൂടെ അടഞ്ഞുപോയിരിക്കുന്നത്. തുറന്നേ പറ്റൂ. അതുകൊണ്ട് സമ്മർദ്ദങ്ങൾ പലതാണ്. അതുകൊണ്ട് ഇറാൻ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായിട്ടാണെങ്കിലും അമേരിക്കൻ ഉപരോധം മറികടക്കാൻ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നു, പുതിയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് അരുതാത്ത ഒന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയേ ഉള്ളൂ നമുക്ക്. അത് ഗൾഫ് രാജ്യങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കോ ടൂറിസ്റ്റ് സെൻറ്റേഴ്സിലേക്കോ ഫിനാൻഷ്യൽ ഹബ്ബുകളിലേക്കോ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്കോ മിസൈലുകൾ പായാതിരിക്കട്ടെ. അമേരിക്കയ്ക്ക് സ്വന്തം താവളങ്ങളുടെ പോലും പൂർണ്ണമായ സുരക്ഷ അവിടെ ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് എത്രത്തോളം ഗൾഫ് രാജ്യങ്ങളെ തുടർന്നും സംരക്ഷിക്കാൻ കഴിയും, കുറേയൊക്കെ സംബന്ധിച്ച് 90% മിസൈലുകൾ എടുക്കാൻ പറ്റും. പക്ഷേ 10% മിസൈലുകൾ വിതയ്ക്കാൻ പോകുന്ന നാശനഷ്ടം വളരെ കൂടുതലാണ്. ഇറാൻ്റെ മിസൈൽ കേപ്പബിലിറ്റി പൂർണ്ണമായി നശിപ്പിച്ചു എന്ന അമേരിക്കൻ ക്ലെയിം പൂർണ്ണമായി ശരിയല്ല. ഇറാൻ്റെ മിസൈൽ കേപ്പബിലിറ്റി ഇപ്പോഴും ഇൻടാക്റ്റ് അല്ല എങ്കിൽ പോലും വളരെ ഭീതിതമായ രീതിയിൽ ഗൾഫ് രാജ്യങ്ങൾക്കോ ഇസ്രായേലിനും ആശങ്കയുണ്ടാക്കുന്ന രീതിയിൽ നിലനിൽക്കുന്നു എന്നതാകുമ്പോൾ മുജ്തബ ഖൊമൈനിയുടെ പ്രസ്താവന, ഏറ്റവും വൈകി വന്ന മുജ്തബ ഖൊമൈനിയുടെ പ്രസ്താവനയെ അങ്ങനെ മാത്രമേ കാണാനാവൂ. വിട്ടുവീഴ്ചക്കില്ല. ചർച്ച മീനിങ്ഫുള്ളായി മാത്രമേ നടത്തൂ. ഗൺ പോയിന്റ് ചർച്ച പറ്റില്ല. തങ്ങളെ നിർബന്ധിച്ച് നെഗോഷിയേറ്റിംഗ് ടേബിൾ കൊണ്ടുവരാനാവില്ല. തങ്ങൾ മുന്നോട്ട് വെച്ച രണ്ട് പ്രാഥമിക ആവശ്യങ്ങൾ, ഹോർമൂസ് തുറന്നു തരിക, അത് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസ് ഉപരോധം അമേരിക്ക അവസാനിപ്പിക്കുക, അങ്ങനെയെങ്കിൽ തങ്ങൾ ഉപരോധം അവസാനിപ്പിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആണവ പദ്ധതി തങ്ങൾ നിശ്ചയിക്കുന്ന രീതിയിൽ അത് മുന്നോട്ട് പോകും, പക്ഷേ നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ് ഇറാൻ പറയുന്നത്. അത് വിശ്വസിക്കാൻ ട്രംപ് തയ്യാറല്ല. കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞു, കാറ്റഗോറിക്കായിട്ട് പറഞ്ഞു, ഇറാൻ്റെ ആണവ പദ്ധതിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തങ്ങൾ തയ്യാറല്ല. ഒരു ചോദ്യം കൂടെ നമുക്ക് ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. പിന്നെ എന്തായിരുന്നു അമേരിക്ക ചെയ്തത്? 2025 ജൂൺ മാസം ഇറാൻ്റെ ആണവ നിലയങ്ങളിൽ ബോംബിട്ടത് എന്തിനായിരുന്നു? ഇപ്പോൾ നടന്ന യുദ്ധത്തിൽ ഫെബ്രുവരി 28 മുതൽ 40 ദിവസം തുടർച്ചയായി നടന്ന യുദ്ധത്തിൽ നടന്ന ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പര്യാപ്തമായിരുന്നില്ലേ? വീണ്ടും ആണവ വിഷയത്തിൽ ചർച്ച എന്നത് ഒഴിവാക്കാനാവില്ലേ? ഒരുപക്ഷെ ഇറാൻ പറയുന്ന വാക്കുകൾ തൽക്കാലം വിശ്വസിച്ചുകൊണ്ട് ഹോർമൂസ് തുറക്കാനുള്ള സാഹചര്യം ഒരുക്കിയതിന് ശേഷം പിന്നീട് എന്തുകൊണ്ട് സമഗ്രമായ മറ്റ് പങ്കാളികളെയും ചേർത്തുകൊണ്ട് അമേരിക്ക ഇറാൻ തമ്മിൽ സംസാരിച്ചാൽ തീരില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി. അതുകൊണ്ട് റഷ്യയും ചൈനയും ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങളും സ്റ്റേക്ക് ഹോൾഡേഴ്സ്, P5, അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങളായ 5 പേർ മതിയാകും. അത് രണ്ട് ഭാഗവും റെപ്രസെൻറ്റഡ് ആണ്. അങ്ങനെ ഒരു നീക്കം എന്തുകൊണ്ടായിക്കൂടാ? ഒബാമയുടെ സമയത്ത് ചെയ്തതുപോലെ 2015 അമേരിക്കൻ പ്രസിഡന്റായി ബറാക്ക് ഒബാമ പ്രവർത്തിക്കുന്ന സമയത്ത് ഇറാനുമായി മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടുകൂടി ആണവ കരാറിൽ എത്തി നിന്നല്ലോ. അതിനേക്കാൾ കൂടുതൽ ഉറപ്പുകൾ വാങ്ങിയെടുക്കുകയും അത് നിഷ്കർഷിക്കുകയും, എന്നാൽ ഇപ്പോൾ നഷ്ടപ്പെട്ട ആണവ ഫെസിലിറ്റി തിരിച്ച് അതുപോലെ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാമല്ലോ. ഇങ്ങനെയുള്ള വിട്ടുവീഴ്ചകളില്ലാതെ ഒരു രീതിയിലും പ്രശ്നപരിഹാരം ഇപ്പോൾ സാധ്യമല്ല. അവിവേകം രണ്ടു പക്ഷത്തും കാട്ടാതെ ഇരിക്കട്ടെ. ഇപ്പോഴുള്ള സ്ട്രെയിൻഡ് പീരീഡ് ഓഫ് പീസ് എന്ന് പറയാനാവില്ല. അടുത്ത യുദ്ധത്തിന് മുൻപുള്ള ഒരു കാലഘട്ടം, ഇടവേള, അതായത് വെടിനിർത്തലിൻ്റെ ഒരു കാലഘട്ടം, അതാണ് ഇടവേള. ആ ഇടവേള ഒരു സമഗ്ര കരാറിലേക്ക് എത്തി നിൽക്കട്ടെ. മുജ്തബ ഖൊമൈനി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, ട്രംപ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അങ്ങനെ വന്നാൽ യുദ്ധം മാത്രമാണ് പരിഹാരം എന്നതിലേക്ക് എത്തി നിൽക്കാതിരിക്കാൻ അത്ഭുതകരമായ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.